എല്ലാവർക്കും നമസ്കാരം. പല ആൾക്കാർക്കും നിരന്തരമുള്ള ഒരു ചോദ്യമാണ് തേർഡ് ഐ അല്ലെങ്കിൽ മൂന്നാം കണ്ണ്. ആ ഒരു മിസ്ട്രിക്കലായിട്ടുള്ള മൂന്നാം കണ്ണ് തുറക്കുമ്പം എന്താണ് ഗുരുജി സംഭവിക്കുന്നത്? അല്ലെങ്കിൽ അത് ഭയങ്കര അത്ഭുത സിദ്ധികളെല്ലാം നമുക്ക് കൈവരുന്ന രീതിയിലുള്ള ക്രമീകരണമാണോ ഈ മൂന്നാം കണ്ണിലുള്ളതെന്നൊക്കെയാണ് പലർക്കും പല രീതിയിലുള്ള പല തെറ്റിദ്ധാരണകൾ കൊണ്ട് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. പലപ്പോഴും എന്നിലേക്ക് വന്നു ചേരുന്ന ആൾക്കാർക്ക് ഉള്ളൊരു സംശയം പലപ്പോഴും ഈ 7 ചക്രങ്ങളും നമുക്ക് ഉണർത്താൻ പറ്റുമോ? അല്ലെങ്കിൽ 7 ചക്രങ്ങളും നമുക്ക് ആക്ടിവേഷൻ ചെയ്യിച്ച് നമുക്ക് ആ ഒരു ഈ പറയുന്ന രീതിയിൽ ഒരു സിദ്ധന്മാരും അല്ലെങ്കിൽ മിസ്ട്രിക്കലായിട്ടുള്ള യോഗികളും കടന്നു പോകുന്നത് പോലെ നമുക്കും ആ രീതിയിലൊക്കെ എല്ലാ സുഖ സൗകര്യങ്ങളും ഭൗതികത്തിൽ അനുഭവിച്ചുകൊണ്ട് നമുക്ക് എത്തിച്ചേരാൻ പറ്റുമെന്നുള്ള പല രീതിയിലുള്ള അവരുള്ളിലെ സംശയങ്ങൾ ഉണ്ടാകുന്നത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ആദ്യത്തെ കാര്യം എന്ന് പറയാൻ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആത്മീയ ജീവിതം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഓരോ സാധനയ്ക്ക് ശേഷവും നമ്മൾ കൂടുതലായിട്ട് വ്യക്തമായി മനസ്സിലാക്കുകയാണ്. ഒരു ക്ലാരിറ്റി നമുക്ക് മനസ്സിലാവുകയാണ്. നമ്മുടെ ഈ ആത്മീയ ജീവിതത്തിൻ്റെ സാധനയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ എൻലൈറ്റ്മെൻ്റ് ആണ്. എൻലൈറ്റ്മെൻ്റ് എന്ന് വെച്ചാൽ തിരിച്ചറിവ് എന്നാണ് അർത്ഥം. ഞാൻ ആരാന്നുള്ള പൂർണ്ണ ബോധം എനിക്കറിയുവാനായിട്ടുള്ള മാർഗമാണ് സാധന. അപ്പം സാധനയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഞാൻ ആരാന്നുള്ള സത്യത്തെയാണ്. ആ എൻലൈറ്റ്മെൻറ്റിലേക്ക് നമ്മൾ പോകുമ്പം ശുദ്ധമായി ഞാനാന്നുള്ള പവിത്ര ജ്ഞാനത്തെ നമ്മൾ മനസ്സിലാക്കുമ്പം നമ്മുടെ ഉള്ളിൽ വരുന്ന ഒറ്റൊരു തോട്ടാണ് അല്ലെങ്കിൽ ഒറ്റൊരു മാർഗമാണ് മുക്തി എന്നുള്ളത്. അതാണ് സാധനയിൽ പോകുന്നവർ എല്ലാവരുടെയും ലൈഫിൽ ഉണ്ടാവുന്നത്. പിന്നെ നമുക്ക് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഏതൊരു സാധന ചെയ്യുമ്പോഴും നമ്മൾ ആദ്യം ഘട്ടത്തിൽ നമ്മുടെ മൂലാധാരയും സ്വാധിഷ്ഠാനയും മണിപ്പൂരകയും അനാഹത വരെയുള്ള ചക്രങ്ങളാണ് എപ്പോഴും ഒരു മൂലബന്ധനം അല്ല ഉജാന ബന്ധനം എന്നൊക്കെ പറയുന്ന രീതിയിൽ വന്നിരിക്കേണ്ടത്. പ്രാണൻ എപ്പോഴും ഒരു തരത്തിൽ ക്രമീകരിച്ചുകൊണ്ടുള്ള രീതിയിൽ വേണം വരാനായിട്ട്. അപ്പോൾ പ്രാണൻ്റെ അളവ് നമുക്ക് കൂടിക്കഴിയുമ്പം ഇപ്പോൾ ഈ ഉജാനബന്ധനം എന്നൊക്കെ പറയുന്ന രീതിയിൽ നമ്മുടെ മണിപ്പൂരകം എത്തുന്ന സമയത്തൊക്കെ നമ്മളെപ്പോഴും നമുക്കറിയാം നമ്മളിങ്ങനെ ഇരിക്കും. നമ്മൾ ഒരു മണിപ്പൂരകം നമ്മുടെ പൂർണ്ണമായിട്ട് ഉണർന്നു കഴിഞ്ഞാൽ നമുക്ക് സദാസമയം നമുക്ക് എന്തുണ്ട്, നമ്മൾ ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്, എപ്പോഴും നട്ടലിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള രീതിയിൽ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു പ്രാണനെ ബന്ധനം എന്ന് പറയും. നമ്മുടെ പ്രാണവായുവിനെ നമ്മളെപ്പോഴും ബന്ധനപ്പെടുത്തും. അങ്ങനെ ബന്ധനപ്പെട്ട് നമ്മുടെ ശ്വാസം ഇരിക്കുന്ന സമയം നമുക്കിങ്ങനെ ഒരു തരത്തിൽ നമ്മൾ ലോക്ക് ചെയ്യുക എന്ന് പറയും. നമ്മുടെ എനർജിയെ സാധനകളുടെ ഒത്തിരിയും എനർജി നമ്മൾ റിസീവ് ചെയ്യുമ്പോൾ ആ എനർജി നമ്മൾ പിടിച്ചു വെക്കും. അങ്ങനെ നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ യോഗയുടെ മാർഗത്തിൽ വീര്യം എന്ന് പറയുന്നത് പോലെ അല്ലാത്ത സെക്ഷൽ എനർജി എന്ന് പറയുന്ന ഒരു എനർജി എന്ത് ചെയ്യും, നമ്മുടെ നട്ടെല്ലിലൂടെ എന്ത് ചെയ്യും, സഞ്ചരിക്കാൻ തുടങ്ങും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് പൂർണ്ണമായിട്ട് നമ്മുടെ പ്രാണൻ ഈ വിശുദ്ധി തുറന്ന് ആജ്ഞയും സഹസാരയും മുട്ടിപ്പൊക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ക്രമീകരിച്ച് പോകുന്ന സമയത്ത് നമ്മുടെ പൈനൽ ഗ്രന്ഥി തുറക്കപ്പെടും. പൈനൽ ഗ്രന്ഥിയാണ് ഈ തേർഡ് ഐയുടെ ഒരു ആക്ടിവേഷനിൽ ആത്മീയ എന്ന് പറയുന്ന ആ ഒരു പൂർണ്ണ ബോധം നമ്മുടെ ഉള്ളിലേക്ക് ഈ പ്രപഞ്ചം മുഴുവനും ഈ ഒരു ഫിസിക്കൽ ബോഡി ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ പോലും നമ്മുടെ സൂക്ഷ്മ ശരീരം ധ്യാനത്തിലൂടെ ഈ ഒരു പ്രപഞ്ചത്തിൻ്റെ മഹാരഹസ്യങ്ങൾ മനസ്സിലാക്കുകയും ഗ്രഹിക്കുന്ന രീതിയിലും പല രീതിയിലുള്ള മിസ്ട്രിക്കലായിട്ടുള്ള ലൈഫിന് ഈ ഒരു ശരീരവും മനസ്സും അറിയാത്ത പല തലങ്ങളും അനുഭവിക്കാൻ പറ്റുന്ന ഒരു ക്രമീകരണത്തിലേക്ക് നമ്മൾ വന്നു ചേരുന്നത്. അങ്ങനെ നമ്മൾ പോകുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഭൗതികത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് 7 ചക്രങ്ങൾ തുറന്നുകൊണ്ട് പറ്റുമോ എന്നുള്ളതാണ്. എപ്പോഴും പറയാറുണ്ട്, കുണ്ടലിനി സാധന എന്ന് പറയുന്നത് വളരെ അപകടകരമായ ഒരു സാധനയും കൂടിയാണെന്നുള്ളത്. കുണ്ടലിനി ചൈതന്യം മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പം നമ്മുടെ ഇൻറ്റൻഷൻ മുക്തി മാത്രമായിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് ആ റിയലൈസേഷനിൽ ഇരുന്നുകൊണ്ട് വേണം നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ടെന്നുള്ളത്. ആത്മീയ ജീവിതവും ഭൗതിക ജീവിതവും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ്. പക്ഷേ അവിടെ ആത്മീയതയെ നമ്മൾ ഇറങ്ങുന്ന സമയം എനിക്ക് ആത്മീയതയിലൂടെ തന്നെ കുറേ മെറ്റീരിയലായിട്ടുള്ള നേട്ടങ്ങൾ മാത്രം മതിയെന്നുള്ള ചിന്തയിൽ വരുമ്പോൾ അവിടെയാണ് നമുക്ക് പ്രശ്നങ്ങൾ പറ്റുന്നത്. അവിടെ പ്രശ്നങ്ങൾ പറ്റാൻ കാരണം ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ മണിപ്പൂരക ചക്രമൊക്കെ ഉണർന്നതിന് ശേഷം നമ്മുടെ പ്രാണവായു വളരെ വെച്ചാൽ നമ്മുടെ ശ്വാസം നമ്മൾ എടുക്കുന്നത് വളരെ ലിമിറ്റഡ് ആയിരിക്കും. ആ ശ്വാസത്തെ ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ട് നമ്മൾ ഭക്ഷണത്തിൻ്റെ ക്രമീകരണം വളരെ കുറവായിരിക്കും. നമുക്കതുകൊണ്ടാണ് ബ്രഹ്മചാര്യം എന്ന് പറയുന്നത്. ഈ സെക്ഷൽ എനർജി പുറത്തേക്ക് പോകുമ്പോഴാണെങ്കിൽ പോലും ഈ പ്രാണൻ്റെ അളവ് നമ്മുടെ ഉള്ളിൽ നിന്ന് കൂടും. നമ്മൾ ശ്വാസം എടുക്കുന്നത് കൂടുതലെടുക്കും. അപ്പോഴൊക്കെ നമ്മുടെ ഈ ഒരു എനർജി നട്ടലിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു എനർജി എന്ത് ചെയ്യും, ലോസ് ആവും. അപ്പോൾ കണ്ടമാനം എനർജി നിറച്ചിരിക്കുന്ന ഈ 7 ചക്രങ്ങളും നമുക്ക് അത് കൊണ്ടുപോകണമെങ്കിൽ അതിന് പറ്റിയൊരു സാഹചര്യത്തിലായിരിക്കണം നമ്മളെപ്പോഴും.
അതിനുള്ള ക്രമീകരണത്തിൽ എൻലൈറ്റ്മെൻറ്റ് എന്താണെന്നുള്ളത് ആദ്യം തന്നെ ഞാൻ പറഞ്ഞതുപോലെ പൂർണ്ണമായിട്ട് മുക്തിയാണ്. അവിടെ വരുന്നത് തേർഡ് ഐ ആക്ടിവേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഹീൽ ചെയ്യാനോ, നിങ്ങൾക്ക് കാർ എടുക്കാനോ, നിങ്ങൾക്ക് പണം കുറേ അട്രാക്റ്റ് ചെയ്യാനോ ഇതിനൊന്നുമല്ല തേർഡ് ഐ ഓപ്പൺ ആക്കുന്നത്. തേർഡ് ഐ എന്ന് പറയുന്നത് മുക്തിയാണ്. ശിവൻ മൂന്നാം കണ്ണ് തുറന്ന് നിങ്ങളെ ഭസ്മമാക്കിയെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു എന്താണ് നിങ്ങളുടെ ഈ ഒരു ലൈഫിൻ്റെ എക്സിറ്റ് എന്നുള്ളത്, അല്ലെങ്കിൽ ഈ ജന്മജന്മാന്തരമായി കറങ്ങിക്കൊണ്ടിരിക്കുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കി അവിടെ കൂടാണ് നിങ്ങളും നിങ്ങളെ ഭസ്മമാക്കുന്നത്. ഈ ശരീരത്തും മനസ്സും വിട്ടൊരു പൂർണ്ണമായിട്ടുള്ള വേറൊരു തലത്തിലേക്ക് ഉയരുന്നത്. അപ്പോൾ തേർഡ് ഐ എന്ന് പറയുന്നത് വളരെ കുറച്ച് ഞാൻ പറയില്ല, എപ്പോഴും വളരെ ഡേഞ്ചറായ ഒരു പാർട്ടും കൂടിയാണ്. എപ്പോഴും ആത്മീയതയിൽ ഈ മൂന്നാം കണ്ണ് തുറക്കപ്പെടുമെന്നൊക്കെ പറയുന്നത് തന്നെ നമ്മൾ ഒരു പർട്ടിക്കുലറായിട്ട് എന്തെങ്കിലുമൊക്കെ കുറച്ച് കാര്യങ്ങൾ കേട്ട് ഇതുപോലെ തേർഡ് ഐ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വെൽത്ത് വരും, അല്ലെങ്കിൽ നമുക്ക് പിഴിഞ്ഞു പോയാൽ നമ്മുടെ പാർട്ട്ണർ കയറി വരും, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ചില രീതിയിലുള്ള പെട്ടെന്ന് പ്രാണനെ ആജ്ഞയിലേക്ക് എടുപ്പിക്കുന്ന രീതിയിൽ ഏതെങ്കിലും ക്രമീകരണം ചെയ്തു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന രീതിയിൽ തന്നെ പ്രാണൻ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ കടന്നു പോയില്ല എന്നുണ്ടെങ്കിൽ നമ്മളായിരിക്കും സ്പിരിച്വൽ ലൈഫിൽ ഇറങ്ങിയിരിക്കുന്ന പല ആൾക്കാരെ നോക്കിയാൽ മതി. ചില ക്ഷേത്രങ്ങളിലൊക്കെ ചെന്ന് നോക്കി അറിയാം, ഭ്രാന്തരായി മെൻ്റലി ഡിപ്രഷൻ അടിച്ച് എന്തൊക്കെയോ പിച്ചും പെയ്യൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവരൊക്കെ എന്തുകൊണ്ടാണ് അങ്ങനെ ആയിപ്പോയിരിക്കുന്നത്? അവർ സ്പിരിച്വൽ ലൈഫിൽ ഇറങ്ങിയിട്ട് അവരുടെ ലൈഫിൽ അവർ മെറ്റീരിയലും ഗ്രോത്ത് ഉണ്ടാക്കിയിട്ടില്ല. അവർ അതേസമയം അവർ വളരെയേറെ നമുക്കത് കാണുമ്പോൾ പേടി വരും, പല ആത്മീയതയെക്കുറിച്ച് ചിന്തിക്കുന്നവർ ഇവരെന്ത് ഇങ്ങനെ ആയിപ്പോയെന്ന്. അതവർ മെൻ്റലി അവർ പെട്ടെന്നുള്ള ഒരു കടന്നുകയറ്റം അവരുടെ ലൈഫിലുണ്ടായി. അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ അറിവുണ്ടായില്ല, ഒരു ഗുരുവിൻ്റെ നിർദ്ദേശം ഉണ്ടായില്ല. അങ്ങനെ ആവുന്ന സമയത്ത് ഒരു മെൻ്റലി ഡിപ്രഷനായിപ്പോകും. ഇതുപോലെ തന്നെയാണ് പലരും പെട്ടെന്ന് പ്രാണവായു ഉയർന്ന ആജ്ഞയിലേക്ക് വരുന്ന സമയത്ത് അതിനെ കടന്നുള്ള രീതിയിൽ മുന്നോട്ട് സാധന ക്രമീകരിച്ച് പോകാൻ പറ്റിയില്ല എന്നെങ്കിൽ, നമ്മൾ അതിനുള്ളൊരു സാഹചര്യത്തിലല്ല എന്നുണ്ടെങ്കിൽ നമ്മളായിരിക്കും ഏറ്റവും കൂടുതൽ മെൻ്റലി ഡിപ്രഷൻ അനുഭവിക്കുന്നത്. അതുകൊണ്ട് കറക്റ്റായിട്ടുള്ള രീതിയിൽ പ്രാണനെ ക്രമീകരിച്ച് ഓരോ ചക്രങ്ങളിലും അടിസ്ഥാനപ്പെടുത്തി 6 ചക്രങ്ങളിലും അടിസ്ഥാനപ്പെടുത്തി സാധന ചെയ്ത് ഓരോ മൂലബന്ധനത്തിന് ശേഷമായിരിക്കണം എല്ലാ രീതിയിലും പ്രാണൻ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ നട്ടലിലൂടെ കടന്നു പോകുന്ന രീതിയിൽ പ്രാണൻ്റെ രീതി വരികയും അതിനുശേഷം നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് ആ ഒരു ആത്മീയതയുടെ ആ ഒരു സംതൃപ്തമായ രീതിയിൽ നമ്മുടെ സോളി ബോഡിയിലും മൈൻഡിലും ഇരുന്ന ഉത്സാഹം വരുന്ന രീതിയിൽ ഈ ജീവനെ നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് മൂന്നാം കണ്ണെന്ന് പറയുന്നത് ഏറ്റവും പ്രോപ്പറായിട്ടുള്ള വേയിൽ വളരെ ക്ഷമയോടുകൂടി സാധന ക്രമീകരിച്ച് ചെയ്യുമ്പോൾ അവിടെ തുറക്കപ്പെടുമ്പോൾ വളരെ വലുതാണ്. എടുത്തുള്ളൊരു ചാട്ടം വളരെ അപകടകരമായ ഒരു മാർഗവും കൂടിയാണ്. എല്ലാവർക്കും നമസ്കാരം.